കുടുംബത്തിൽ ഒരാൾക്കുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടെങ്കിൽ 50% അവരുടെ മക്കൾക്ക് കിട്ടാം. 2 പേർക്കും ഉണ്ടെങ്കിൽ മക്കൾക്ക് വരാനുള്ള സാധ്യത 70 മുതൽ 80% ആണെന്നാണ്. അപ്പം അതുകൊണ്ട് പ്രമേഹ രോഗമുണ്ടെന്ന് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് കണ്ടുപിടിച്ചാൽ അവരുടെ സഹോദരി സഹോദരന്മാർ, അവരുടെ മറ്റു ബന്ധുക്കൾ, ഇവരെല്ലാം പ്രമേഹ രോഗ സാധ്യത ഉള്ളവരായി ഓട്ടോമാറ്റിക്കലി തിരിച്ചറിയപ്പെടുകയാണ്. അപ്പം ആ രോഗിക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ കുടുംബത്തിലെ മറ്റുള്ളവർക്കും കൂടെ ഉപകരിക്കും. കൊച്ചുകുട്ടികൾ വരെ അതിനുള്ള റിസ്ക് മുമ്പ് ഒരു 20 വർഷം മുമ്പ് 50 വയസ്സിന് മേലെയുള്ളവരായിരുന്നു പ്രമേഹ രോഗത്തിനുള്ള റിസ്ക് എന്ന് നമ്മൾ നിർവചിച്ചിരുന്നത്. എന്നാൽ അതിപ്പോൾ 40 വയസ്സ് 30 വയസ്സിലേക്ക് താഴ്ത്തിയിരിക്കുന്നു. കാരണം 30കളിൽ തന്നെ പ്രമേഹ രോഗം വളരെയധികം കണ്ടുവരികയാണ്. ഇപ്പം ഇന്ത്യയിൽ തന്നെയുള്ള പഠനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 18 വയസ്സിന് മേലെയുള്ളവരിൽ ജനസംഖ്യയുടെ ഏതാണ്ട് 9% അല്ലെങ്കിൽ അതിലധികം പേർക്ക് പ്രമേഹം ഉണ്ടെന്നാണ്. അതായത് 10 പേരെടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രമേഹമുണ്ട്. അപ്പം അത് ആ തോത് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് കുടുംബത്തിലെ ആൾക്കുണ്ടെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾക്കുള്ള റിസ്ക് സ്വയം മനസ്സിലാക്കി കുടുംബത്തിൽ അതിന് വേണ്ട ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും കുടുംബാന്തരീക്ഷത്തിൽ വരുത്തേണ്ട വ്യത്യാസത്തിലായാലും അത് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, പ്രമേഹ രോഗിക്ക് വേണ്ടുന്ന രീതിയിൽ കുടുംബത്തിൽ ചില ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ആ രോഗിയുടെ മരുന്നിൻ്റെയും ചികിത്സയുടെയും കാര്യത്തിലും മറ്റുള്ളവർക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്ന ആ പ്രാധാന്യം അതും കൂടി ഇതിൽ ഉൾപ്പെടുന്നു. ഒന്ന്, ടൈപ്പ് 2 ഡയബറ്റീസ്. അതിൻ്റെ പ്രധാനമായും പാരമ്പര്യം, ജനിതകമായി പാരമ്പര്യമായി ഈ രോഗം വരാനുള്ള സാധ്യത. അപ്പം അത് ഇപ്പം ഇന്ത്യക്കാരിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിൽ ആണ് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലാണ് പ്രമേഹ രോഗ സാധ്യത കൂടുതലായി കാണുന്നത്. ചില ജനിതകമായി ഈ രോഗസാധ്യത കൂടുതലുള്ള ചില ജനവിഭാഗങ്ങൾ ലോകത്തെമ്പാടും അങ്ങനെയാണ്. അപ്പം ഏഷ്യൻ ജനതയ്ക്ക് ഈ രോഗസാധ്യത കൂടുതലാണ്. വെള്ളക്കാരേക്കാൾ കൂടുതലാണ് രോഗം വരാനുള്ള സാധ്യത. അത് ജനിക്കുമ്പോൾ തന്നെ ആ രോഗസാധ്യതയുമായിട്ടാണ് ജനിക്കുന്നത്. പല കാരണങ്ങൾ പറയുന്നുണ്ട്. പാൻക്രിയാസിലെ ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബീറ്റാ കോശങ്ങളുടെ എണ്ണത്തിലുള്ള അപാകത, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള ജീനുകൾ നമുക്ക് ജന്മനാ തന്നെ കിട്ടുന്നു. ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെ പ്രമേഹ രോഗ സാധ്യത കൂടുതലുള്ള ആ ജനിതക വിഭാഗത്തിൽ ജനിക്കുന്ന ഒരു റിസ്ക്കാണ്. 2, അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കാവുന്ന പല കാരണങ്ങളും സാധാരണ പറയപ്പെടാറുള്ളത് തന്നെ: അമിതവണ്ണം, വ്യായാമക്കുറവ്, മറ്റ് സമ്മർദ്ദങ്ങൾ, മാനസികമായും ശാരീരികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ചില മരുന്നുകളുടെ ഉപയോഗം, സ്റ്റിറോയിഡ് മരുന്നുകൾ, അങ്ങനെ ഉള്ള അമിതമായിട്ടുള്ള ഉപയോഗം, ഇതെല്ലാം പ്രമേഹ രോഗ സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണ്. അപ്പം ഒരു കുടുംബത്തിൽ അങ്ങനെ പ്രമേഹ രോഗ സാധ്യതയുള്ള ഒരു കുടുംബത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് അമിതവണ്ണം ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുശീലങ്ങളിൽ അവൻ വളർന്നു വരുമ്പോൾ ഏർപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ നാച്ചുറലായിട്ട് അവന് പ്രമേഹ രോഗ സാധ്യതയിലേക്കുള്ള റിസ്ക്കും വളരെയധികം കൂടുകയാണ്.